സഭാ നടപടികൾ സുഗമമായി നടത്തിക്കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇന്ന് പരിഗണിക്കുവാനിരുന്ന ധനാഭ്യർത്ഥനകളോടൊപ്പം 2016 ഒക്ടോബർ 6-ാം തീയതിയിൽ സഭ പരിഗണിക്കുവാനിരുന്ന ധനാഭ്യർത്ഥനകൾ കൂടി ഇന്ന് പരിഗണിക്കുവാനും ഒക്ടോബർ 6-ാം തീയതിയിലെ സഭാ സമ്മേളനം ഒഴിവാക്കുവാനും ഈ സഭ തീരുമാനിക്കുന്നു എന്ന പ്രമേയം ഞാൻ അവതരിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവതരിപ്പിച്ച പ്രമേയത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ പ്രമേയം സഭ അംഗീകരിച്ചിരിക്കുന്നു. അങ്ങനെ സംസാരിക്കുന്നു. സർ, ഇവിടെ സഭ സമ്മേളിച്ച ദിവസം തന്നെ ഈ പ്രശ്നം അടിയന്തര പ്രമേയമായി അവതരിപ്പിച്ചതാണ്. ആരോഗ്യമന്ത്രി കാര്യങ്ങൾ അന്ന് വിശദീകരിച്ചതുമാണ്. സർ, ഇത്തരത്തിൽ ഈ സഭയിൽ തുടർച്ചയായി പ്രതിഷേധം പ്രകടിപ്പിക്കുന്നതിന് യഥാർത്ഥത്തിൽ എന്തുമാത്രമാണ് വസ്തുതയുള്ളത് എന്നത് നമ്മുടെ സഭ ഇതിനു മുൻപ് തന്നെ കണ്ടതാണ്. അങ്ങയുടെ സാന്നിധ്യത്തിൽ ഈ പ്രശ്നങ്ങൾ ചർച്ച ചെയ്താണ്. അന്ന് പറഞ്ഞത് സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നാണ്. അന്ന് പുറത്തായിരുന്നു ചർച്ച നടക്കുന്നത്. ആ ചർച്ച അന്ന് തന്നെ നടത്താൻ സർക്കാർ തയ്യാറായി. സഭയിൽ അത് വ്യക്തമാക്കുകയും ചെയ്തു. സർ, സമരം നടത്തുന്നവരുമായി ആരോഗ്യവകുപ്പ് മന്ത്രി ചർച്ച നടത്തി. സർ, ആ ചർച്ചയുടെ ഭാഗമായി യഥാർത്ഥത്തിൽ അന്ന് തന്നെ ഇത് അവസാനിക്കേണ്ടതായിരുന്നു. സർ, സമരം നടത്തുന്നവർക്കറിയാം ഈ പ്രശ്നത്തിൽ ഗവൺമെന്റിന് എത്രമാത്രമാണ് പോകാൻ കഴിയുക എന്ന്. ചർച്ചയിൽ തീരുമാനമായില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് സഭയിൽ MLA-മാർ സമരം പ്രഖ്യാപിച്ചത്. സർ, ആ ഘട്ടത്തിൽ സഭാ നടപടികൾ അലങ്കോലപ്പെടുന്ന നടപടികളാണ് സ്വീകരിച്ചത്. ദിവസങ്ങളായി ഈ സഭാ നടപടികൾ അലങ്കോലപ്പെടുന്ന നടപടി തുറന്നു വരികയാണ്. ആ ഘട്ടത്തിലാണ് അങ്ങ് എല്ലാ കക്ഷി നേതാക്കന്മാരെയും വിളിച്ച് ചർച്ച ചെയ്യാൻ തീരുമാനിച്ചത്. സർ, ആ ചർച്ചയിൽ കാര്യങ്ങൾ വിശദമായി തന്നെ നാം കണ്ടതാണ്. ഇവിടെ സഭയിൽ തന്നെ ചില കാര്യങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത കഴിഞ്ഞ എല്ലാ കാലങ്ങളിലും ക്യാപിറ്റേഷൻ ഫീ ഇഷ്ടം പോലെ വാങ്ങാൻ സ്വാശ്രയ മാനേജ്മെന്റുകൾക്ക് കഴിയുമായിരുന്നുവെങ്കിൽ ഇത്തവണ അതിനുള്ള അവസരമാണ് നിഷേധിക്കപ്പെട്ടത്. എന്താണോ പ്രഖ്യാപിച്ച ഫീസ്, ആ ഫീസ് മാത്രമേ വാങ്ങാൻ കഴിയൂ എന്ന അവസ്ഥ സ്വാശ്രയ മാനേജ്മെന്റുകൾക്ക് വിഷമമുണ്ടാക്കിയിട്ടുണ്ട് എന്നത് ശരിയാണ്. സർ, ഇക്കാര്യത്തിൽ ആരെങ്കിലും വഴിവിട്ട നടപടികൾ സ്വീകരിച്ചെങ്കിൽ അവർക്കെതിരെ വിജിലൻസ് അന്വേഷണം നടത്തുമെന്ന് ഈ സഭയിൽ തന്നെ ഞാൻ പ്രഖ്യാപിച്ചതായിരുന്നു. സർ, അങ്ങ് ഓർക്കുന്നുണ്ടാവും, പ്രതിപക്ഷ നേതാവ് അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു ഇക്കാര്യത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നതാണ് നല്ലത് എന്ന്. അത് അപ്പം തന്നെ സമ്മതിച്ചു. മാധ്യമ വാർത്തയുടെ നിജസ്ഥിതി അന്വേഷിക്കുമെന്നും പരാതി MLA-മാർ തന്നാൽ അതിനെക്കുറിച്ചും അന്വേഷിക്കുമെന്നും വ്യക്തമാക്കിയ കാര്യമാണ്. ഇതെല്ലാം സർക്കാർ പരസ്യമായി തന്നെ അംഗീകരിക്കുന്ന നടപടിയാണ് എടുത്തത്. ആ ഘട്ടത്തിൽ ഉയർന്നു വന്ന മറ്റൊരു പ്രശ്നം പരിഹാരത്തിൽ എന്തെങ്കിലും കുറവ് വരുത്തണമെന്ന കാര്യമായിരുന്നു. സർ, പരിഹാരത്ത് ഫീസിൽ കുറവ് വരുത്താനുള്ള നടപടികൾ സ്വീകരിക്കാൻ
ഉള്ള പ്രയാസം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വിശദീകരിക്കുകയും ചെയ്തു. അപ്പൊ തന്നെ വേറൊരു കാര്യം വ്യക്തമാക്കി. സർ, ഇവിടെ പരിയാരത്ത് 100 കുട്ടികളാണ് പഠിക്കുന്നത്. ഒരു കോഴ്സിന് 100 കുട്ടികളാണെങ്കിൽ പ്രതിഷേധം അതിര് കടക്കരുത്. ചെയറിനോടല്ല നിങ്ങളുടെ പ്രതിഷേധം. 30-ൽ പ്രതിപക്ഷ നേതാവ് ഇത് കാണുന്നുണ്ടോ? 30-ൽ താഴെ സർ 20 കുട്ടികളെ സാധാരണ നിലയിലെ പ്രതിഷേധം പ്രകടിപ്പിക്കുന്നതിൽ ലിമിറ്റ് ഉണ്ടെന്നുള്ളത് ഓർമ്മിക്കുന്നത് നല്ലതാണ്. സർ, ചെയറിന് സഭാംഗങ്ങളെ കാണുന്നത് തടസ്സപ്പെടുന്നിടത്തേക്ക് നീക്കരുത്. ഇങ്ങനെ തുടരാം. സർ, 30-ൽ താഴെ കുട്ടികളാണ് ഈ പറയുന്ന 2,50,000 ഫീസിന് പഠിക്കേണ്ടി വരുന്നത്. സർ, ആ കുട്ടികൾക്ക് വേണ്ടി സഭാ നടപടികളാകെ വെറും 30-ൽ താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടി സഭാ നടപടികളാകെ അലങ്കോലപ്പെടുത്തിയ അവസ്ഥ തുടരേണ്ടതുണ്ടോ എന്ന് ഞങ്ങൾ പ്രതിപക്ഷ നേതാക്കന്മാരോട് അന്വേഷിക്കുക തന്നെ ചെയ്തു. സർ, അവിടെ വേറൊരു കാര്യം വ്യക്തമാക്കി. പരിയാരം മെഡിക്കൽ കോളേജ് കഴിഞ്ഞ ഗവൺമെന്റ് തന്നെ ഏറ്റെടുക്കാനുള്ള നടപടികൾ സ്വീകരിച്ചതാണ്. ഞങ്ങൾ ആ നടപടി ത്വരിതപ്പെടുത്തുമെന്നും വളരെ വേഗത്തിൽ തന്നെ ആ നടപടി പൂർത്തീകരിക്കുമെന്നും ഞങ്ങൾ പറയുകയുണ്ടായി. അത്തരമൊരു ഘട്ടത്തിൽ കുട്ടികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അധിക ബാധ്യത വരുന്നുണ്ടെങ്കിൽ ആ അധിക ബാധ്യത കുട്ടികൾക്ക് വരാതിരിക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുമെന്ന ഉറപ്പും ആ ഘട്ടത്തിൽ നൽകി. സാർ, ഇവിടെ ഉണ്ടായത് ഉന്നയിച്ച എല്ലാ പ്രശ്നങ്ങളിലും സമവായത്തിലെത്തലാണ്. അങ്ങ് ഓർക്കുന്നുണ്ടാവും, ആ ഘട്ടത്തിൽ തന്നെ ഏറെക്കുറെ സമവായമായി. സാർ, ആ സാഹചര്യത്തിൽ സമരം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ചാണ് പിന്നീട് നാം ചർച്ച ചെയ്തത്. സമരം എപ്പോൾ അവസാനിപ്പിക്കുന്നു എന്ന നിലയിലേക്കടക്കം ചർച്ച നടന്നു. സാർ, ഉത്തരവാദപ്പെട്ട പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള നേതാക്കന്മാരെ 11 മണിക്ക് UDF യോഗമുണ്ട്, അതിൽ ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും എന്ന് വ്യക്തമാക്കുകയാണ് ഉണ്ടായത്. സർ, ആ ഘട്ടത്തിൽ സമരം അവസാനിക്കാൻ പോകുന്നു എന്നാണ് ഞങ്ങൾ കണക്കാക്കിയത്. എന്നാൽ സമരം അവസാനിപ്പിക്കാതെ സമരം തുറന്നു നടത്താൻ അതിന്റെ ശേഷവും തീരുമാനിക്കുകയാണ് ചെയ്തത്. സർ, ഇക്കാര്യത്തിൽ സർക്കാരിന് ഒരു തരത്തിലുള്ള പിടിവാശിയും ഉണ്ടായിട്ടില്ല. സമരം തുടരാൻ തീരുമാനിച്ചതിന് ശേഷം ബഹുമാന്യരായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും പ്രതിപക്ഷ നേതാവും അതോടൊപ്പം ലീഗിന്റെ നേതാവെന്ന നിലയ്ക്ക് ഡോക്ടർ MK മുനീറും അവർ 3 പേരും കൂടി എന്നെ വന്ന് കാണുകയുണ്ടായി. സർ, അവർ പറഞ്ഞു, ഇക്കാര്യത്തിൽ സ്വാശ്രയ മാനേജ്മെന്റ് ഒരു നിർദ്ദേശം വെക്കാൻ തയ്യാറാകുന്നുണ്ട്. അത് 2,50,000 രൂപക്ക് പഠിക്കുന്ന കുട്ടികളുടെ കാര്യത്തിൽ അവരൊരു നിർദ്ദേശം മുന്നോട്ട് വെക്കും. അപ്പോൾ ഞാൻ ചോദിച്ചു, അവർ നിർദ്ദേശം വെക്കുമോ? അവർ നിർദ്ദേശം വെക്കാൻ തയ്യാറാണ്. അതിനെ മുഖ്യമന്ത്രി ഒരു യോഗം വിളിച്ചാൽ മതി. സർ, ഞാൻ അപ്പം തന്നെ പറഞ്ഞു, എനിക്ക് യോഗം വിളിക്കുന്നതിനൊരു തടസ്സമില്ല, ഞാൻ യോഗം വിളിക്കാം. പക്ഷേ സർക്കാർ ഒരു നിർദ്ദേശവും അങ്ങോട്ട് വെക്കില്ല എന്നത് മനസ്സിലാക്കണം. അവരുടെ നിർദ്ദേശം എന്താണെന്ന് കേൾക്കാൻ ഞാൻ തയ്യാറാണ്. അങ്ങനെ നിർദ്ദേശം അവർ മുന്നോട്ട് വെക്കാൻ തയ്യാറായാൽ അത് സ്വീകരിക്കുന്നതിന് ഞങ്ങൾക്ക് യാതൊരു പ്രയാസവുമില്ല. ഇത് ഞാൻ അവരോട് തന്നെ വ്യക്തമാക്കിയതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ പിറ്റേ ദിവസം കാലത്ത് 8:30 മണിക്ക് തന്നെ, അതായത് ഇന്നലെ 8:30 തന്നെ അവരെ വിളിക്കാൻ ഞാൻ സന്നദ്ധനായി. 8:30 ഇവിടെയുള്ള ഓഫീസിൽ വിളിക്കാനായിരുന്നു അറിയിപ്പ് പോയത്. ആരോഗ്യമന്ത്രി തന്നെയാണ് അവരെ അറിയിക്കുന്നത്.
പക്ഷെ അവരെ ഇന്നലെ കാലത്ത് അറിയിച്ചു, ഞങ്ങൾക്ക് രാവിലെ എത്തിച്ചേരാൻ കുറച്ച് പ്രയാസമുണ്ട്, 11:30ക്കും 12നും ഇടയിൽ ഞങ്ങൾ വരാമെന്ന് പറഞ്ഞു. സർ, ഇവിടെ സഭാ നടപടികൾ നടക്കുന്ന സമയത്ത് 12 മണിവരെ ഞാൻ അവിടെ ഇരുന്നു. ആ 12 മണിക്ക് അവരെത്താത്തതിന്റെ ഭാഗമായി ഞാൻ ഇങ്ങോട്ട് വന്നു. വൈകുന്നേരം 3 മണിക്ക് ചർച്ച ചെയ്യാന്ന് പറഞ്ഞു. 3 മണിയായപ്പോ അവരെത്തി. കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറായി. ആ ചർച്ചയിൽ അവര് വന്നത് സ്വാശ്രയ മാനേജ്മെന്റുകളുടെ ഒരു അസോസിയേഷൻ ഉണ്ട്. ആ അസോസിയേഷന്റെ യോഗം ചേർന്നുകൊണ്ടാണ്. അപ്പൊ ആ യോഗത്തിൽ സ്വാശ്രയ മാനേജ്മെന്റിന് വേണ്ടി അവിടെ വ്യക്തമാക്കിയൊരു കാര്യം, ഞങ്ങൾ യോഗം ചേർന്നാണ് വരുന്നത്. ആ യോഗത്തിൽ നേരത്തെ ഉണ്ടാക്കിയ എഗ്രിമെന്റിൽ നിന്ന് ഒരു വ്യത്യാസവും വരുത്താൻ ഞങ്ങൾ തയ്യാറല്ല എന്നവർ വ്യക്തമാക്കി. സർ, എനിക്കെന്ത് ചെയ്യാൻ കഴിയും? എനിക്കെന്ത് നടപടിയെടുക്കാൻ കഴിയും? സർ, ഞാൻ ഈ കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചു. ഇവരെന്നോട് സംസാരിച്ച കാര്യം സൂചിപ്പിച്ചു. നിങ്ങൾ ചില ഉറപ്പ് നൽകിയെന്ന് കേൾക്കുന്നുണ്ടല്ലോ. ആ ഉറപ്പ് നൽകിയ കാര്യം ഇങ്ങനെ ഇവര് എന്റെ അടുത്ത് വന്ന് സംസാരിച്ചിട്ടുണ്ടല്ലോ. അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഞങ്ങൾക്കൊന്നും പറയാനില്ല. സർ, ആ ഘട്ടത്തിൽ പിന്നെ അനന്തമായി ചർച്ച നീട്ടിക്കൊണ്ടുപോയിട്ട് കാര്യമില്ല. ഞാൻ വ്യക്തമായി 2 ചോദ്യം ചോദിച്ചു. ഞങ്ങളെല്ലാവരുമുണ്ട്. ആരോഗ്യമന്ത്രിയുണ്ട്, ആരോഗ്യ സെക്രട്ടറിയും പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, 2,50,000 രൂപയുടേതാണ് പ്രശ്നം, ആ ഫീസ് നിരക്കിന്റേതാണ് പ്രശ്നം. ആ 2,50,000 രൂപ ഫീസ് നിരക്കിൽ എന്തെങ്കിലും ഇളവ് വരുത്താൻ നിങ്ങൾ തയ്യാറാണോ? ഞങ്ങൾക്കത് കഴിയില്ല, ഞങ്ങളൊരു ഇളവും വരുത്താൻ തയ്യാറല്ല എന്നവർ പറഞ്ഞു. സർ, അതിനുശേഷം ഞാൻ ചോദിച്ചു, 2ാമത്തെ ചോദ്യം, നിങ്ങളെ എന്തെങ്കിലും പുതിയ നിർദ്ദേശം ഇന്നത്തെ സാഹചര്യത്തിൽ മുന്നോട്ട് വെക്കാൻ തയ്യാറുണ്ടോ? അവർ പറഞ്ഞു, ഞങ്ങൾക്കൊരു നിർദ്ദേശവും മുന്നോട്ട് വെക്കാനില്ല. ഞാൻ പറഞ്ഞു, ഗവൺമെന്റ് എന്തെങ്കിലും നിർദ്ദേശം നിങ്ങളുടെ അടുത്ത് വെക്കാനല്ല ഈ യോഗം വിളിച്ചത്. നിങ്ങൾക്ക് നിർദ്ദേശമുണ്ട് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ യോഗം വിളിച്ചത്. നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശമുണ്ടോ? വീണ്ടും ഞാൻ ചോദിച്ചു. ഒന്നുമില്ല. പിന്നെ എങ്ങനെയാണ് സാർ ആ യോഗം തുറന്നു പോകുക? ഇങ്ങനെയാണ് ആ യോഗം അവസാനിച്ചത്. ഞാൻ ഏതെങ്കിലും തരത്തിലുള്ള പിടിവാശി കാണിച്ചതുകൊണ്ടല്ല. ഞാൻ എന്താണോ ഇവരോട് പറഞ്ഞിരുന്നത് ആ പറഞ്ഞ കാര്യം തന്നെയാണ് അവിടെ സ്വീകരിച്ചത്. ഞാൻ പറഞ്ഞിരുന്നു, ഗവൺമെന്റിന്റേതായ ഒരു നിർദ്ദേശവും അങ്ങോട്ട് വെക്കില്ല. അവര് നിർദ്ദേശം മുന്നോട്ട് വെക്കുകയാണെങ്കിൽ അത് സ്വീകരിക്കാൻ തയ്യാറാകും. ഇതാണ് സർക്കാർ സ്വീകരിച്ചത്. സർ, സർക്കാരിനു വേണ്ടി ഞാൻ പറഞ്ഞ വാക്കിൽ അണുകിട മാറ്റമുണ്ടായിട്ടില്ല. അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിനപ്പുറം എന്ത് ചെയ്യാൻ കഴിയും? എന്നെ ആക്ഷേപിച്ചതുകൊണ്ട് തീരുന്നതാണോ സാർ ഈ സമരം? ഞാൻ പിടിവാശി കാണിച്ചതുകൊണ്ടാണോ ഇതുണ്ടായിട്ടുള്ളത്? എന്തെല്ലാം കെട്ടുകഥകളാണ് പുറത്തു വരുന്നത്. ഇവിടെ ആരോഗ്യമന്ത്രിയെ ഞാൻ ഭള്ളു പറഞ്ഞു പോലും, ആരോഗ്യ സെക്രട്ടറിയെ എന്തല്ലോ തെറി വിളിച്ചു പോലും. ഇതൊന്നും അവിടെ നടക്കാത്ത കാര്യമാണ്. നടക്കാത്ത കാര്യങ്ങൾ കെട്ടുകഥകളായി അവതരിപ്പിക്കുകയാണ്. ഇക്കാര്യത്തിൽ സർക്കാരെ എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഞങ്ങളൊരു മുന്നണിയുടെ സർക്കാരുമാണ്. സർക്കാരായാലും മുന്നണിയായാലും എല്ലാം ഒറ്റക്കെട്ടായി തന്നെയാണ് ഈ കാര്യത്തിൽ നിൽക്കുന്നത്. സർ, ഇതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകേണ്ട ഒരു കാര്യമില്ല. നമ്മുടെ നാടിനെയും കുട്ടികളെയും രക്ഷാകർത്താക്കളെയും നാടിന്റെ ഭാവിയെയും കണക്കാക്കിക്കൊണ്ടെടുത്തിട്ടുള്ള ഒരു നിലപാടാണിത്. ഒരു പരിധിയോളം സ്വാശ്രയ മാനേജ്മെന്റുകളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് അവസ്ഥ. അതിനെ നമുക്കെല്ലാവർക്കും ഒന്നിച്ചു നിൽക്കാൻ കഴിയണം. സർ, പിടിവാശി, ദുർവാശി എല്ലാം ഉള്ളത് എനിക്കല്ല, ഈ കാണിക്കുന്ന നിലപാടുകൾക്കാണ്. ഇത് തിരുത്തി പോകാൻ കഴിയണം. നാടിന്റെ ഭാവി കണക്കാക്കിക്കൊണ്ട് ഈ നടപടികളിൽ നിന്ന് പ്രതിപക്ഷം പിന്തിരിയുകയാണ് വേണ്ടത്. സർ, അതാണ് എനിക്ക്